എടാ അവനിനി തട്ടിയെങ്ങാനും പോവോടാ? കരുനാ കൊളച്ചൊന്നും പറയാടേ. അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞേ ഉള്ളൂ. ഇനി തട്ടിയെങ്ങാനും പോവോ? അന്നൊരു ദിവസം രാത്രി 11:45 ചിലന്തികൾ വല നെയ്യുന്നു, കൊതുകുകൾ കൂർക്കം വലിക്കുന്നു, പറന്നു പറന്ന് ചിറകുകൾ തളർന്ന പാപം വവ്വാലുകൾ വിശ്രമിക്കുന്നു. ഈ സമയം അവൾ വരികയാണ്, എൻ്റെ പ്രേതം, എൻ്റെ നായിക. ഫസ്റ്റ് എൻട്രിക്ക് ഒരു ആംബിയൻസ് പോലും കിട്ടാത്ത എൻ്റെ പ്രേതത്തിൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഡേ, എങ്ങനെയുണ്ട്? ഇത് മൊത്തം നീ എഴുതിയതാണോ? മൊത്തം വഴി സെറ്റാക്കി വെച്ചേക്കുക. എന്നാ നീ വേഗം പോയി അതിങ്ങ് എടുത്തോണ്ട് വാ. നീ പ്രൊഡ്യൂസ് ചെയ്യുവോ? അല്ല, അമ്മപ്പനുമായിട്ട് വെള്ളം ചൂടാക്കുന്നുണ്ട്, അതിനൂടെ ഇട്ട് കത്തിക്കുക. അതാകുമ്പോ ഗ്യാസ് ലാഭിക്കുക. എന്നതാടാ? എടാ, നാളെ തിരുവോണമല്ലേ, എന്തെങ്കിലും പരിപാടി നടത്തണ്ടേ? അതിനല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അതിന് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് എന്നെ ഉണ്ടാക്കാനാ? വേറെ ആരെങ്കിലും കൂടെ വരണ്ടേ? ഇതാ കുഴപ്പം, ഒരു പരിപാടി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ വരാൻ ആർക്ക് സമയമില്ല. പിന്നെ നാട്ടിൽ പരിപാടി നടക്കുന്നേ. വിനോദന കുറെ പേര് ഓടിച്ചോണ്ട് വരുന്നടാ. അയ്യോ അയ്യോ അയ്യോ, മുണ്ട് 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 ഇടാ. എടാ വിനോദ, ഇരുന്നിട്ട് സമ്മതിക്കണ്ടേ? ഇവിടെ ഇറങ്ങിയോടാ. എന്നെ ഓട്ടോടാ ഇതിനെ. എടാ, എന്നാ സംഭവം എന്നാ? എടീ നാരെ, എന്നെ കക്കൂസിക്കറി ഒളിഞ്ഞു നോക്കിടാ. ചെറുതായിട്ട്. ഈ നേരത്ത് എന്താടാ? അല്ല, ഈ നേരത്തും കുളിച്ച ഒരാളുടെ സമയദോഷാന്ന് പറഞ്ഞതാ. എടാ, അവിടെ കയറി നോക്കൊരു കല്ല് പോലും ഇല്ലായിരുന്നടാ. ഞാൻ അത്ര കഷ്ടപ്പെട്ട് നോക്കിയെന്നില്ല. നിനക്കാ കോൺക്രീറ്റ് വാർത്ത തരാന്നടാ. എന്തിന്റെ ആവശ്യമാടാ? നാണം ഉണ്ടോ? എടാ, ചില ദിവസം രാത്രി ബാത്റൂമിന്റെ അവിടെ ഒച്ചയും ബഹളം കേൾക്കാം. അത് ഇവനാണെന്ന് ഇപ്പല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. അയ്യോ, അത് ഞാനല്ല. അത് ശരിയാ, ഇവൻ ഇരുട്ടിപ്പേടിയാ, അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങാറില്ല. അത് എനിക്ക് പകല് മാത്രമേ കുഴപ്പമുള്ളൂ. ആരാണേലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒന്ന് അവൻ എന്റെ കയ്യിൽ നിന്ന് മിസ്സായതാ. ബാത്റൂമിൽ കയറി വിളിച്ചിരിക്കുക, അവൻ തലയിൽ കൂടെ മുണ്ടിട്ടിട്ട്. അതുകൊണ്ട് മോൻ തിരിയാൻ പറ്റിയില്ല. ഏതായാലും പിടിവലിന്റെ ഇടയ്ക്ക് അവൻ ഇട്ടോണ്ട് പോയി ഒന്നെന്റെ ഇരിപ്പാ. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി നീ അവഴിക്കാന് വാ. രണ്ട് ഞരമ്പ് രോഗികൾ ഇറങ്ങിക്കാ മനുഷ്യനെ നാണം കെടുത്ത. ആ മണ്ടനായിട്ട് ഇവന്റെ കാലം നോക്കിയില്ല. അവന്റെ വീട്ടിൽ പോയി നാറ് നീയായിരുന്നു. നാണുള്ളടാ പറ്റി. നിങ്ങൾ ഈ സമയം കളയാണ്. നാളെ തോളപ്പരുടെ കാര്യം പറ. അതെന്താ ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ള? നാളെ നമ്മൾ പൂക്കൾ കൊടുത്ത് സദ്യ ഉണ്ടാക്കുന്നു, പിന്നെ ഉച്ച കഴിഞ്ഞ് കുറെ മത്സരമൊക്കെ നടത്തുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കിടിലിന് ഐഡിയ ഉണ്ട്. അതെന്നാ? അതെ, ഒരു ഡെമോ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. ഇവിടെ ഇങ്ങോട്ട് വാ. ആ കൈ കാണിച്ചേ. ഇതെന്താ സംഭവം? ഇതാണ് കെട്ടഴിക്കുക മത്സരം. കെട്ടഴിക്ക് മത്സരോ? അതെന്നാ? അങ്ങോട്ട് നിക്ക്. നീ കാണിച്ചേ. അഴിക്ക്. 2 മിനിറ്റിനുള്ളിൽ കെട്ടഴിക്കണം. ആരഴിക്കണം? നീ അഴിക്കണം. എന്താടാ ഉള്ളേ? ഒരുത്തനെ കെട്ടിട്ട് വണ്ടി അടിച്ച് കൊല്ലാൻ നോക്കുക. ഞാൻ കണ്ടേട്ടാ ഇമാരോട് ഇവനെ പിടിച്ച് കെട്ടിയിടുന്നേ. അങ്ങനെ വിട്ടാ ശരിയാവല്ലോ. ഞാൻ പോലീസിനോട് അയ്യേട്ടെ, പോലീസിനൊന്നും വിളിക്കല ഏട്ടാ. നിങ്ങള് ഇവനെ ഇവിടെ കെട്ടിയിടുന്ന ഈ പയ്യൻ കണ്ട ബൈക്ക് കൊണ്ട് ഇടിച്ചു കയറ്റുന്നത് ഞാനും കണ്ടതാ. ഇടിച്ചു ഇറങ്ങി ഓടുകയും ചെയ്തു. സത്യം പറയടാ, ഇവൻ ചത്തോന്നറിയാൻ വന്നതല്ലേ? ഇവൻ നമുക്ക് ഡാമാൻ വേണ്ടി മനപ്പുറം കിടക്കുന്നതാണോ? നിങ്ങൾ ഇവനെ ഈ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടില്ലേ? ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ടില്ലേ? ഡാ മോനെ, ആ വീഡിയോ കളഞ്ഞേക്കല്ലേ? ഇവരുടെ കുറ്റസമ്മതമാ. ആരുടെ കുറ്റസമ്മതം? ഇതിപ്പോ ചുമ്മാ ട്രയൽ നോക്കിട്ട് നാളെ ഇവന് ഇതുപോലെ കെട്ടിത്തൂക്കുന്ന കാര്യം നോക്കിയതാ. ഓ, അപ്പൊ ഇന്ന് കൊല്ലാനുള്ള ട്രയൽ നോക്കുമായിരുന്നല്ലേ? ഭാഗ്യവാൻ ചെറുക്കൻ, ഇപ്പൊ തന്നെ മേലോട്ട് പോയല്ലോ. അപ്പൊ ശരിക്കും പേടിയായോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ? ഓണാശംസകളൊക്കെ പിന്നെ പറയാം സാറേ. ഇവിടെ കുറച്ചവന്മാര് ഒരുത്തിന് ഇടിച്ചു വന്നു സാറേ. ഓടിക്കൂടാ. ഹലോ ഹലോ, എടാ വിനോദിന് ബോധം തെളിഞ്ഞു. ഓ, സമാധാനമായി. പക്ഷേ
ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് കുഴപ്പം? വേണ്ടേ? നിനക്ക് എന്തേലും പറ്റിയോടാ? ഈ തല ചെറുതായിട്ട് അനങ്ങുമ്പം ചെറിയൊരു വേദന ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ